യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയ MLA മോഹൻചന്ദ്രൻ, യോഗത്തിലെ സന്നിഹിതരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഗോപിചേട്ടൻ, വിശ്വാസരാമാനന്ദി, ഗാന്ധി മെമ്മോറിയൽ വായനശാലയുടെ പ്രസിഡന്റ് ബാബുചേട്ടൻ, എനിക്കൊപ്പം എപ്പോഴും മാർഗനിർദ്ദേശങ്ങളുമായി ഞങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്ന ഗ്രന്ഥശാല സംഘത്തിൻ്റെ സജീവ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസകൾ, ഈ നിറഞ്ഞ വേദിയിൽ ഒപ്പം ആദരവേറ്റ് തുടങ്ങിയ എൻ്റെ പ്രിയ സുഹൃത്ത് രാജേശ്വരി, വളരെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹപാഠിയായ രാജേഷ്, KK രാജേഷ്, എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും സ്നേഹം പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങൾ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ. ഓരോ സ്നേഹവും പുതിയ കാലത്ത് കൂടുതൽ കൂടുതൽ കരുത്താകാനുള്ള പ്രചോദനമാണ്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുവാനും വിവിധമായ വിഷയങ്ങൾ ഇടപെടുവാനും സംസാരിക്കുവാനും നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ ഈ കാവ്യയാത്രയിൽ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2003, 2004 വർഷം തന്നെ എൻ്റെ പുസ്തകത്തിനും എൻ്റെ പ്രവർത്തനങ്ങൾക്കുമായി ഏതാണ്ട് 13ഓളം പുരസ്കാരങ്ങൾ നേടാൻ കഴിഞ്ഞു. ഭാരത് സേവക സമാജിന്റെ ദേശീയ ബഹുമതിയടക്കം പാറ്റ് ടാഗോർ പുരസ്കാരം, അന്താരാഷ്ട്ര മലയാള സമാജത്തിന്റെ കാനഡയിൽ നിന്നുള്ള അക്ഷരരേഖ പുരസ്കാരമടക്കം നിരവധിയായ പുരസ്കാരങ്ങൾ നേടാൻ കഴിഞ്ഞുവെങ്കിലും അതിനേക്കാളെല്ലാം ഉപരിയായി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിമിഷം ഈ നിമിഷമാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ സ്നേഹം അതെന്തിനേക്കാളും മേലെയായി കാണുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹത്തിനും ഈ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം എല്ലാവരോടും കടപ്പെടുന്നു. എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹാഭിവാദ്യം അറിയിക്കുക. ഈ വായനാ ദിനം അല്ലെങ്കിൽ വായനാ കാലം ആചരിച്ചുകൊണ്ട് PN പണിക്കർ സാറേയും ഒപ്പം തന്നെ കേരളത്തിലെ നവോത്ഥാന സമരത്തിന് നേതൃത്വം വഹിച്ച ഒട്ടുമുഖ്യ ആളുകളെയും ഓർത്തെടുക്കാൻ കഴിയും. അത് ഏറ്റവും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് കറുപ്പൻ മാഷ്. മനുഷ്യനായി കാണാതിരുന്നൊരു കാലത്ത്, വഴി നടക്കാൻ പറ്റാതിരുന്നൊരു കാലത്ത്, മുൻകൊടുക്കാൻ കഴിയാതിരുന്ന കാലത്ത്, അക്ഷരം പഠിക്കാൻ അനുവാദമില്ലാതിരുന്ന കാലത്ത്, പാട്ടുപാടാൻ കഴിയാതിരുന്ന കാലത്ത്, ഇഷ്ടദൈവത്തിനെ ഒന്ന് ആ അമ്പലത്തിന്റെ മുറ്റത്ത് പോയി തൊഴുവാൻ കഴിയാതിരുന്ന കാലത്ത്, വഴി നടക്കുമ്പോൾ ചൂല് അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കാലത്ത്, കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിയെ ഒന്നിച്ച് താമസിപ്പിക്കുവാൻ കഴിയാതിരുന്ന കാലത്ത് നിന്ന് ഞാനും നിങ്ങളും ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് മുഖാമുഖം സംസാരിക്കാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കുള്ള മാറ്റം ചെറിയ ദൂരമല്ല. ആ കാലത്തിന് വേണ്ടിയുള്ള ആ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ആളുകളാണ് നവോത്ഥാനനായകർ. സ്വന്തം ആളുകൾക്ക് വേണ്ടിയും ഒപ്പമുള്ളവർക്ക് വേണ്ടിയും പിന്നിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയും മുന്നിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയും മനുഷ്യനായി കണ്ട് ചേർത്ത് നിൽക്കുവാനും ചേർത്ത് പിടിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള ആർജവമുണ്ടാക്കിയ ഒരു കാലമാണ് നവോത്ഥാനത്തിന്റെ കാലം. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പണ്ഡിതർപ്പനും ചട്ടമ്പി സ്വാമികളും അടങ്ങുന്ന നിരവധിയായ പ്രതിഭകൾ നമുക്ക് സമ്മാനിച്ച്, അല്ലെങ്കിൽ അവരുടെ പിന്തുണക്കാരായിട്ടുള്ള അവരുടെ ആശയങ്ങളെ കൊണ്ട് ഹൃദയത്തിലേക്ക് എഴുത്തിലൂടെ പുതിയ തരത്തിലുള്ള വിപ്ലവബോധങ്ങളും ആർജിതമായ ചിന്തകളും മലയാള ജനതയ്ക്ക് സമ്മാനിച്ച നിരവധിയായ പ്രതിഭകൾ. കുമാരനാശാനും ഉള്ളൂരും വെള്ളത്തൂരും B. ഭാസ്കരനും വയലാറും ചങ്ങമ്പുഴയുമല്ല ആ തരത്തിലെ മലയാളിയുടെ സ്വാതന്ത്ര്യബോധത്തെയും ഉപരി അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏറെ സ്വാധീനിച്ചു. കവിതയിലൂടെ, എഴുത്തിലൂടെ, നാടകങ്ങളിലൂടെ ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ നിമിഷങ്ങൾ സമ്മാനിച്ചയാണ്. അവരെല്ലാം ഓർത്തെടുക്കുക വഴി നാം നമ്മുടെ കടമകളെ കൂടി ഓർത്തെടുക്കുക.
ഇന്നത്തെ തലമുറയോട് ദാസാറ് ആ ഒരു കാലത്തെക്കുറിച്ച് സംസാരിച്ചു, ബാബുചേട്ടൻ സംസാരിച്ചു, ഗോപിചേട്ടൻ സംസാരിച്ചു. ഇന്ന് നാം മറന്നു പോകുന്ന, അല്ലെങ്കിൽ നാം ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിൽ നാം അവസാനിപ്പിച്ചിട്ടുള്ള എല്ലാം തന്നെ തിരിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യങ്ങളുള്ള കാലത്താണ് നാം ചെയ്യുന്നത്. ഒരു എഴുത്തുകാരന്, ഒരു കലാകാരന് അത്യന്തം ജാഗരൂകമായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ്. അല്ലെങ്കിൽ മനുഷ്യനെന്ന് വിളിക്കപ്പെടുന്ന, മനുഷ്യരായി ജീവിക്കുന്ന, മനുഷ്യനായി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ വളരെ കരുതലോടെ ഇരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. കാരണം ഇന്ന് എനിക്ക് മുമ്പിലിരിക്കുന്ന ഈ കൊച്ചുകുട്ടികൾ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയിട്ട് വൈകുന്നേരം പള്ളിപ്പറമ്പിലേക്ക് അടക്കം ചെയ്യുന്ന വാർത്തകൾ പറയുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. വേഷം വാങ്ങാൻ പോകുന്ന നമ്മുടെ വീട്ടിലെ സാധാരണ പെൺകുട്ടി, ജോലിക്ക് പോകുന്ന നമ്മുടെ വീട്ടിലെ സഹോദരിമാര്, വൃദ്ധയായ അമ്മമാര്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ജോലിയെടുക്കുകയും പഠിക്കുകയും ഒക്കെ വേണ്ടി പോകുന്ന യുവതി യുവാക്കൾ, കുട്ടികളടക്കം തെരുവിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല. നമ്മളെവിടെയാണോ നേടിയിട്ടുള്ള നന്മകളൊക്കെ നമ്മൾക്ക് കൺമുന്നിലെ ഭീകരതാണ്ഡവം ആടുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്, ഓരോ കടമയുണ്ട്. അത് നമുക്ക് തിരിച്ചു തന്ന, നമ്മളായി കാണുവാനും നമ്മളായി ജീവിക്കുവാനും നമുക്ക് ഈ മണ്ണിൽ അവസരമൊരുക്കി തന്ന നമ്മുടെ പൂർവ്വികന്മാരെ കുറിച്ച് ഓർക്കുവാനും അവരുടെ യാഥാർത്ഥ്യപരമായ ജീവിതത്തെ ഓർത്തെടുക്കുവാനും പകർത്തുവാനും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഇത്തരം നിമിഷങ്ങളിലൂടെ നാം ഒതുക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പോകാൻ